ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ചിലതൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ സക്സസ് ആവാം, ചിലപ്പോൾ ഫെയിലിയർ ആയി പോകും. സത്യത്തിൽ ഇന്ന് ഞാൻ ചെയ്തത് സക്സസ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സക്സസ്സും അല്ല, ഫെയിലിയർ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫെയിലിയറും അല്ല. സത്യത്തിൽ എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടു, പക്ഷേ ഇഷ്ടപ്പെട്ടില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. അങ്ങനത്തെ ഒരു സംഭവമായിരുന്നു. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ക്ലേ വേണം. ദാണ്ടിട്ട് ഈ കാണുന്ന ഷേപ്പിലൊന്ന് സെറ്റാക്കി എടുക്കണം. ഒരു റൗണ്ട് ഷേപ്പിൽ അങ്ങനെ 3 സെറ്റാക്കി മേലി നമ്മുടെ ക്ലേ വെച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനിയിപ്പോൾ അതിൻ്റെ ബേസ് സെറ്റാക്കാനാണ്. അതിന് കുറച്ച് ക്ലേ എടുക്കുക, ഉരുട്ടി കളിക്കുക. ശേഷം എന്താ ഈ കാണുന്ന പോലെ ഒന്ന് സെറ്റാക്കി കൊടുത്തു കഴിഞ്ഞാൽ എൻ്റെ ബേസ് സെറ്റാവും. പിന്നെ നമുക്ക് കുറച്ച് അൽക്കുലത്തെ പരിപാടിക്കൊക്കെ ആയിട്ട് നമ്മൾ ബ്രഷ് വെച്ചിട്ട് ഒന്ന് വരഞ്ഞൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രഷിൻ്റെ വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് നമ്മളത് കുറച്ച് നീറ്റാക്കി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നത്. കൈ വെച്ച് ചെയ്യുന്നതിനെക്കാട്ടി ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ വൃത്തിയായിട്ട് കിട്ടും. എൻ്റെ കൈയൊക്കെ കുളമായിട്ടുണ്ട്. ശേഷം ഇനിയിപ്പോൾ നമ്മൾ അതിനെ ഒന്ന് ഉണക്കി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ പെയിൻറ്റിങ് ആണ്. ഏത് പെയിൻറ്റ് അടിക്കണം എന്ന് സത്യത്തിൽ നല്ല കൺഫ്യൂഷനായിരുന്നു. ലാസ്റ്റ് പിന്നെ ഈ ഒരു പർപ്പിൾ പിങ്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡാണ് എടുത്തത്. ഒരു മുന്തിരി കളർ എന്നൊക്കെ പറയാം. അപ്പം എന്താ ആ ഒരു ഷെയ്ഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പം അതൊന്ന് വെയിലത്ത് വെച്ച് ഉണക്കിയെടുക്കുക. ശേഷം അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുറച്ച് മെഴുകുതിരി ഉരുക്കി ഒഴിച്ചിട്ടുണ്ട്. അത്രയേ ഉള്ളൂ സംഭവം, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. ഇനിയിപ്പം അതൊന്ന് മെഴുകുതിരി സെറ്റായി കഴിയുമ്പോഴത്തേക്ക് അതൊന്ന് കട്ട് ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, ക്യാൻഡിൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ 2 ദിവസം മുമ്പ് ഞാനൊരു ക്യാൻഡിൽ ഉണ്ടാക്കിയായിരുന്നു. അതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നു. പക്ഷേ ഈ ക്യാൻഡിൽ എന്താണെന്ന് അറിയത്തില്ല, ഭംഗിയുണ്ട് പക്ഷേ എന്തൊക്കെയോ ഒരു കുഴപ്പം. അപ്പോൾ അതിൻ്റെ കളറാണെന്ന് തോന്നുന്നു അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം. പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട.